വളരെ വ്യത്യസ്തമായ ഒരു അക്കാഡമിക് ഇയറുമായിട്ടാണ് UAE കുട്ടികളെ വരവേൽക്കുന്നത്. അവർ TV 24/7 വാർത്താ വാരാന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയോടുകൂടി തന്നെ നമുക്ക് ഈ വാർത്താ അവലോകനം തുടങ്ങാം. ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ബലൂണുകളും ആഘോഷങ്ങളുമായി ദുബൈയിലെ അക്കാഡമിക് ഇയർ തുടങ്ങിയിരിക്കുകയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു അക്കാഡമിക് ഇയറുമായിട്ടാണ് UAE കുട്ടികളെ വരവേൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജികൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക്, ആ കുരുന്നു മനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ ഒരു മുന്നേറ്റത്തിന് തന്നെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവി ഒരു ഇന്നൊവേഷൻ സ്ട്രാറ്റജിയിലേക്ക് മാറ്റുന്ന ചരിത്രപരമായ ഒരു അധ്യയന വർഷം കൂടിയാണ് 25-26 എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഗവൺമെൻറ് ഈ വർഷം വളരെ സുതാര്യമായ ഒരുപാട് തീരുമാനങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി സംബന്ധിച്ച കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്നത് ഫ്ലെക്സിബിൾ അവേഴ്സ് ഫോർ പാരൻസ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവിടുന്നതിനും എടുക്കുന്നതിനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പാരൻസുകൾക്ക് ഫ്ലെക്സിബിൾ അവേഴ്സ് ഗവൺമെൻറ് ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 12 ഗൈഡ് ലൈൻസുകൾ 12 സ്കൂൾ റൂൾസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസിന് വേണ്ടി ഗവൺമെൻറ് വളരെ എഫക്റ്റീവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്കൂളിൻ്റെ സർക്കുലറിലും മെമ്മോയിലും ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ റൂൾസുകളൊക്കെ ഒബേ ചെയ്യുവാനും അഡ്ഹിയർ ചെയ്യാനും കുട്ടികളും പാരൻസും ഒരുപോലെ ശ്രമിക്കണം എന്നുകൂടിയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ഒരു പ്രത്യേകമായ ശ്രദ്ധ കുട്ടികളുടെ സേഫ്റ്റി കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. വളരെ നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ട്രാഫിക് വളരെ കൂടുതലാണ്. സ്കൂൾ ബസ്സുകൾ അധികം നമ്മുടെ നിരത്തുകളിലൂടെ ഓടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സമയക്രമം അല്പം ലഘൂകരിച്ചുകൊണ്ട് വളരെ അല്പം കൂടി നേരത്തെ തന്നെ ഈ ട്രാഫിക്കുകൾ വരാതെ നമ്മുടെ ഓഫീസുകൾ എത്താൻ ശ്രമിക്കുക. അത് അല്ലാത്ത പക്ഷം ഉണ്ടാവാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ബസ്സിന് ഫോളോ ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സിഗ്നലുണ്ട്. സ്കൂൾ ബസ്സിൻ്റെ സ്റ്റോപ്പ് സൈൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബസ് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രോസ് ചെയ്യുന്ന വെഹിക്കിളുകളെ നിരീക്ഷിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയ്ക്ക് ഉപരിയായി പോലീസ് ഓഫീസേഴ്സുകൾ ഇപ്പോൾ ഇതിനായിട്ട് തന്നെയുള്ള പ്രത്യേക ടീം പോലീസ് ഓഫീസേഴ്സ് ആർ ഡിപ്ലോയിഡ് അക്രോസ് ദ ലൊക്കേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പോയിൻറ്റ്സും ഹെവി ഫൈൻസും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓവറോൾ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് അവർ ചിൽഡ്രൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ ഗ്ലോബൽ വില്ലേജ് എക്സ്പെക്റ്റേഷൻ ഹൈ ഫോർ ലാൻഡ്മാർക്ക് സീസൺ 30 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ആവേശമാണ്. അത്രമാത്രം നമ്മുടെ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ വില്ലേജ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം ധാരാളം സ്റ്റാളുകൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ സീസൺ വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കും, വളരെ എൻജോയബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി സീസൺ 30 വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ഡോളറിൻ്റെ പ്രൈസ് വളരെയധികം നമ്മുടെ ഈ ഒരു ട്രംപിൻ്റെ വിദേശ നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാമ്പത്തിക മേഖലയെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് പേപ്പറുകളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബാധിച്ചിരിക്കുന്നത്. സമുദ്ര ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതിൽ കൊഞ്ച്, അതുപോലുള്ള മലഞ്ചരക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ ഈ ഒരു 50% അധിക ചുങ്കം നമ്മുടെ കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന് സമാനമായി നമ്മുടെ റുപ്പീസിൻ്റെ വാല്യൂ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും പ്രവാസികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. ഈ പൈസ ഇടിവ് വരുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് അയക്കുവാനുള്ള പൈസയുടെ മൂല്യം കൂട്ടാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബാധ്യതയുള്ളവർക്കും ബാങ്ക് ലോൺ ഉള്ളവർക്കും മറ്റു കടബാധ്യതകളുള്ളവർക്കൊക്കെ തന്നെ ഈ കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഈ ഒരു അവസരം എല്ലാ പ്രവാസികളും ഉപയോഗപ്പെടുത്താൻ കൂടി ഞങ്ങൾ ഈ അവസരം
ഉപയോഗിക്കുകയാണ്. UAE-ലെ CBSE സ്റ്റുഡൻസുകൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഗൾഫ് ന്യൂസിൽ വന്നത്. UAE CBSE സ്റ്റുഡൻസ് വോണ്ട് നീഡ് അപ്പാർഡ് ID എന്നാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ കാലം വരെയും അപ്പാർ ID ഒരു മാൻഡേറ്ററി ആയിരുന്നു. പക്ഷേ ഈ കൊല്ലം മുതൽ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ അപ്പാർ ID ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രവാസികളായ 10th-ലും 12th-ലും പഠിക്കുന്ന പ്രവാസികളായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി വളരെ പ്രയോജനപ്രദമായിരിക്കും. എല്ലാ പാരൻസും ഈ ഒരു വാർത്ത അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ CBSEയുടെ വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാ വാർത്തയിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതല്ല. UAE-യുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒരേ സീക്വൻസിൽ പറയുന്ന ഒരു കാര്യമാണ് സ്കാമിനെ കുറിച്ച്. ഒരുപാട് തരം സ്കാമുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ATM ട്രാൻസാക്ഷൻ ചെയ്യുന്നവരും ഒക്കെ പല രീതിയിലാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റുകളാണ്. അപ്പോൾ പല പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും പല പ്രോട്ടോകോൾസുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിലും അത്രമാത്രം ശക്തിയായി തന്നെ സ്കാമും നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന് ജാഗരൂകരായി എപ്പോഴും ഈ കാര്യം ഓർത്തിരിക്കുക. അതിൽ ഈ പ്രാവശ്യം ഗവൺമെൻറ് നൽകുന്ന ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് ആസ് ബൈ നൗ ആൻഡ് പേ ലേറ്റർ. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്. ഇപ്പോൾ നിങ്ങൾ മേടിക്കുക, പേ ലേറ്റർ ഓൺ, പിന്നെ നിങ്ങൾ പേ ചെയ്താൽ മതി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു മോഹന വാഗ്ദാനം നൽകി നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുകയും പിന്നെയുള്ള പേയ്മെൻറ്റ് ലിങ്കുകളിലൂടെ നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പേര് ഇത്തരം സ്കാനുകൾ പെട്ടിട്ടുണ്ട്. മിനിമം 2000 രൂപ മുതൽ ലക്ഷങ്ങൾ പോലും നഷ്ടപ്പെട്ട ഒരുപാട് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം സ്കാമുകളിൽ പെടാതിരിക്കുവാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലൂടെയും ഗവൺമെൻറ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് സ്വർണത്തിൻ്റെ കച്ചവടത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം വളരെ ആകാംക്ഷപൂരിതമായിരിക്കുന്നത്. കാരണം ഗ്ലോബൽ ഫോർകാസ്റ്റ് ഹിൻഡ് അറ്റ് ഗോൾഡ് പ്രൈസ് ക്രോസിംഗ് ദറംസ് 438 gram ബൈ മാർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡിൻ്റെ വില അടുത്ത മാർച്ചോടുകൂടി 1 ഗ്രാമിന് 430 വരെ വരാം എന്ന ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, അത് നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇതുവരെയുള്ള ഒരു സ്ട്രാറ്റജി പരിശോധിച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില എപ്പോഴും കീപ്പ് ഓൺ ഇൻക്രീസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. മറ്റൊരു സ്കാമിനെ കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഗൾഫ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് മാസീവ് NRE അഡ്മിഷൻ സ്കാം ബസ്റ്റഡ്. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ന് നമ്മുടെ ഈ റാപ്പിഡ്ലി ഇൻക്രീസിങ് ഇൻ ദ വേൾഡ് ആണ്. പണ്ട് കാലങ്ങളിൽ റിയൽ എസ്റ്റേറ്റിലും മറ്റു ട്രേഡിങ്ങിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചുവെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ബിക്കമിങ് ആൻ ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. ഇന്ന് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നതിന് വേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് പാരൻസുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികൾ 10th കഴിയുമ്പോൾ തന്നെ അവർ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റോടുകൂടി ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയിലേക്ക് മാറുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് MBBS എന്ന് പറയുന്നത് പല കുട്ടികളുടെ ഒരു ഡ്രീം കോൺസെപ്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ ആ NRE സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ പലരും കബളിപ്പിക്കപ്പെട്ടു പോകാറുണ്ട്. ആ NREക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങുക, അല്ലെങ്കിൽ സീറ്റ് അലോക്കേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന ഫോർജഡ്, അതായത് കൃത്രിമ രേഖകൾ കാണിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സ്കാനുകൾ ഇന്ന് വിദേശ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇത്തരം തട്ടിപ്പുകാരുടെ ഒരു കെണിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും നിങ്ങളുടെ NRE സീറ്റുകളൊക്കെ തന്നെ വാങ്ങുമ്പോൾ നിയമാനുസൃതമായിട്ടുള്ള ചാനലുകളിലൂടെയും അതുപോലെ തന്നെ സ്കൂളുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധപ്പെട്ടും നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത്തരം പേയ്മെൻറ്റുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നിർദ്ദേശിക്കുവാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഒരു വാർത്ത വീണ്ടും നമ്മൾ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഗൾഫ് ന്യൂസിൽ ഈ വാർത്ത വന്നതുകൊണ്ടാണ്. ദേ വുഡ് ഹാവ് കിൽഡ് മീ
എക്സ്പെർട്ട് റീകൗണ്ട്സ് ഓഡിയൽ. ഒരു പ്രവാസിയായ മലയാളിയെ മലപ്പുറത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയി ഈ റാൻസം മണി ആവശ്യപ്പെട്ടത് ലോക വാർത്തയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഒരിക്കൽ പോലും കേട്ടുകേൾവിയില്ലാത്ത, ഒരിക്കലും നടക്കാത്ത, അല്ലെങ്കിൽ ഒരുപാട് ക്രൈംസുകളും മറ്റു സോഷ്യൽ എൻവയറമെൻ്റൽ ക്രൈംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലുള്ള ഈ ഒരു തട്ടിക്കൊണ്ടുപോകലും റാൻസം ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എൻവയറമെൻറ്റുമായിട്ടോ ഒന്നും ഒരിക്കലും ലിങ്ക് ചെയ്യാത്തൊരു വിഷയമാണ് ഇത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വാർത്തയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വളരെ ഹാനികരമായൊരു വാർത്തയാണ്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്നും ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി എന്നും ഒക്കെ കരുതുന്ന നമുക്ക് ഒരുപാട് മനോവിഷമം നൽകുന്നൊരു വാർത്തയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ശ്രീ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മേ ഗോഡ് ബ്ലെസ് ഹിം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും നല്ല ഊർജ്ജസ്വലനായി ആരോഗ്യവനായി വീണ്ടും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ഉണർവ് നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചിത്രവും അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ചിത്രങ്ങളൊക്കെ വളരെ ഗംഭീരമായി വിജയിച്ചുകൊണ്ട് മലയാള സിനിമ വീണ്ടും ഒരു നല്ല ഉണർവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യം ഈ അവസരത്തിൽ അവർ TV 24/7 നൽകുകയാണ്. മേ ഗോഡ് ബ്ലെസ് മമ്മൂട്ടി. അവർ TV 24/7 വാർത്താ വാരാന്ത്യവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.